ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഇന്ന് നല്ലൊരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല കുഞ്ഞു മക്കളുടെ തലയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡ്. ഇത് ഒരെണ്ണം വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച് മാത്രമേ നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ സാധാ തുണിയൊക്കെ ആണെങ്കിൽ നമ്മളതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ നൂലിങ്ങനെ പൊങ്ങി വരും, പിന്നെ അത് ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പഴയ നെറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ, തയ്ച്ചതിൻ്റെ ബാക്കിയോ പഴയ നെറ്റിൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാണിത് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം എന്താണ്ട് ഇതുപോലെ നീളത്തിൽ ഞാൻ കുറേ പീസ് കട്ട് ചെയ്തെടുത്തു. അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു അരികുവശം ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അത്യാവശ്യം വലിയൊരു ഫ്ലവറാണ്, അതിന് ഇത്രയും വീതി വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ആ മടക്കിയ തുണിയെല്ലാം ഞാൻ തന്നെ ഒരേ സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ലാസ്റ്റ് ലെവൽ ചെയ്തൊക്കെ കട്ട് ചെയ്യും, അതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ ഈക്വലായിട്ടുള്ള കുറേ പീസസ് നമുക്ക് കിട്ടും, സ്ക്വയർ പീസസ് കിട്ടും. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ പീസസ് നമുക്ക് കിട്ടും. നമുക്ക് എത്ര വോളിയം വേണോ അല്ലെങ്കിൽ എത്ര ആ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതളുകളുടെ എണ്ണം. ഇതൊരു 10-12 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, എണ്ണി നോക്കിയില്ല. അപ്പോൾ ഒരു പീസ് എടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങേയറ്റത്തു നിന്ന് അങ്ങേയറ്റത്ത് വരെ കൊടുക്കുക. ഏത് സൈഡിലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ആ നൂല് തന്നെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ചുറ്റി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ, ഒരു ബോയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതാ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ. അപ്പോൾ വേണ്ട അതുപോലെ തന്നെ എല്ലാ ഇതളുകളും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാം അതിൻ്റെ ഇതിൽ സെൻറ്ററിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിയാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം വേണ്ട അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഫ്ലവർ ആക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരെണ്ണം എടുത്തു, അതിൻ്റെ മുകളിൽ അടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം വയ്ക്കാനായിട്ട്. മനസ്സിലാവും, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെച്ച് കൊടുക്കുക. ഒരെണ്ണം അങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം തിരിച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ നടുക്ക് ഭാഗത്തൊന്ന് അമർത്തി പിടിച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം നമ്മൾ ചേർത്ത് വെച്ചു. കണ്ടോ, അതിൻ്റെ ആ പൂവിൻ്റെ വലിപ്പം കണ്ടോ. ഇനി നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതെല്ലാം ചേർത്ത് വെച്ചു. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സൂചി നൂല് കൊരുത്തിട്ട് നമ്മൾ കുത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. കുത്തി ടൈറ്റായിട്ട് നമ്മൾ വലിച്ച് നമ്മൾ അടിയിലൊരു നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ കുത്തി 3-4 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സെക്യൂറായിട്ടിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ആ പൂവിൻ്റെ ഇതളുകളെല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്താലേ ആ പൂവിന് ആ നല്ലൊരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ സെൻറ്റർ ഭാഗത്തോട് താണ്ടെ ഇങ്ങനെ എടുത്ത് നല്ല ടൈറ്റായിട്ട് ഞാൻ അതിൻ്റെ പുറവശത്ത് കെട്ടിക്കൊടുത്തിട്ട് ഒന്ന് മിടർത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി വരും. ഇനി നമ്മളതിൻ്റെ അടിഭാഗത്ത് നമ്മളെല്ലാം തയ്ച്ചതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കാം. ടൈറ്റ് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഊരിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ടൈറ്റ് ചെയ്തൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ വലിപ്പവും പൂവിൻ്റെ വലിപ്പമൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഇത് നോർമൽ വലിപ്പമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂവാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല രസമല്ലേ കാണാനായിട്ട്, അടിപൊളിയാണിത് കാണാൻ. അപ്പോൾ നമുക്കിനി ഇതിനെ തലയിൽ വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളിതിലൊരു ക്ലിപ്പിലോ അല്ലെങ്കിൽ ഒരു ബാൻഡിലോ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബോയിൽ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ഒരു ബാൻഡ്, സാധാ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, റബ്ബർ ബാൻഡല്ല, നമ്മൾ മുടി കെട്ടുന്ന ബാൻഡ് എടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു കളർ, ബ്ലാക്കോ ഇതിൻ്റെ സെയിം കളറോ, ഇത് സെയിം കളറൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് കൊടുത്തത്. ഇനി അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആ നൂല് ടൈറ്റ് ചെയ്ത് കെട്ടിയ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ അടിവശം അവിടെ നമ്മൾ ഈ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തയ്ച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. വലിയ പാടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കഴിയും. കണ്ടോ, ഇതുപോലെ ഒന്ന് തയ്ച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു, നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.